പക്ഷേ ഈ പോളണ്ട് 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 നമ്മുടെ കൊട്ടപ്പള്ളി സഖാവ് പ്രഭാകരൻ പറയുന്നത് പോലെ പോളണ്ടിനെ പറ്റി ഒരക്ഷരവും മിണ്ടരുത് എന്ന് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് പോളണ്ടിനെ പറ്റി എന്ത് വേണമെങ്കിലും പറയാം. കാരണം പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പറയുന്ന കേൾക്കായിരുന്നു. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അയ്യപ്പനെ കുറിച്ച് ആരും ഒന്നും മിണ്ടരുത്, അയ്യപ്പനെ കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചൂടാവും, ഞങ്ങൾക്ക് ദേഷ്യം വരും എന്ന് പറയുന്നത് പോലെയാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പോളണ്ടിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോളണ്ടും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് പോളണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു രാഷ്ട്രീയമായി തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്കൊന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു ഇത്രത്തോളം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതെങ്കിൽ പോലും അത്രത്തോളം സജീവമായിരുന്നില്ല. പൊതുജനങ്ങളെല്ലാം തന്നെയും അതിനെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയൊക്കെ വലിയ രീതിയിൽ ആക്രമിച്ചോടിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളണ്ടിൽ സജീവമായിരുന്നു. ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു മാധ്യമങ്ങളെ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കൽ, ഇത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു പോളണ്ടിൽ ഉണ്ടായിരുന്നത്. പൊതുജനങ്ങളാണ്, ഒരവസരം കഴിയുമ്പോൾ അവരും പ്രതികരിക്കും. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാമാവശേഷമാവുകയും ചെയ്തു. പിന്നീട് ആ ഒരു അപ്രമാദിത്വം അവർക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, തൊഴിലാളി സംഘടനകളുടെ ഉത്ഭവത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പൂർണ്ണമായും ഇല്ലാതെയായി, സ്വാധീനം വളരെ കുറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ ഒരു മാപ്പ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഒരു സമയത്ത് ചുവപ്പ് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു മാപ്പിൽ ഇപ്പോൾ പൊട്ടുപോലെ അവിടെ എവിടെ ചുവപ്പ് കാണുന്നത് നമ്മൾ കണ്ടു. ആ ഒരു രീതിയിലായിരുന്നു പോളണ്ടിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. അവിടെ എവിടെയൊക്കെ ചെറിയ രീതിയിൽ. ഇന്നിപ്പോൾ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുകയാണ് പോളണ്ടില്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ അതിന്റെ കൂടുതൽ അറിവുകളൊന്നും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷെ അതിന് പിന്നിൽ മാർപ്പാപ്പയുടെ ചില ഉദ്ദേശങ്ങളുണ്ട് അല്ലെങ്കിൽ കളികളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള, അതായത് പോറ്റിയെ കേറ്റിയെ ഗാനം പാടിക്കഴിഞ്ഞാൽ പാടുന്നവനും ഷെയർ ചെയ്യുന്നവനും ലൈക്ക് ചെയ്യുന്നവനും കമന്റ് ചെയ്യുന്നവനും എല്ലാം അകത്തു പോകുമെന്ന് പറഞ്ഞുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ സർക്കാർ അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോയിരിക്കുന്നു. അല്ല, ഇനിയും അതിൽ നിന്ന് തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് സർക്കാരിന് ബോധ്യം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ പോളണ്ടിലാണെങ്കിലും ഇപ്പോ ഹർഷ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അപ്പോ അത്തരത്തിൽ ആളുകളെ മാറ്റി നിർത്തിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് മേൽ കൈ കടത്തിയിരുന്ന ഒരു പാർട്ടി പോളണ്ടിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു പാർട്ടി കേരളത്തിലും ആ രീതി തുടർന്നു പോയപ്പോൾ അല്ലെങ്കിൽ തുടരുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ തിരിച്ചല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. അതായത് എല്ലാ കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിട്ട് പിണറായി വിജയൻ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും അവർ യു ടേൺ അടിച്ചിട്ടുണ്ട്. ബ്ലൂബെറി ആണെങ്കിലും എന്ത് വിഷയമാണെങ്കിൽ പോലും, ശബരിമല വിഷയമാണെങ്കിലും എല്ലാം യു ടേൺ അടിച്ചാണ് നമ്മൾ കണ്ടത്. അല്ല, പിണറായി വിജയൻ സർക്കാരിന് അല്ലെങ്കിൽ ഈ പറയുന്ന LDF സർക്കാരിന് കൃത്യമായി അറിയാം ഇനി ഇനി എങ്ങനെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്നെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇത്തരത്തിലൊരു ഇടത് നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇനി കുറഞ്ഞ സമയം മാത്രമേ മുൻപിലുള്ളൂ, ആ ഒരു സമയം കൊണ്ട് എങ്ങനെയും അധികാരം പിടിച്ചു നിർത്തണം, അതാണ് അവരുടെ ആവശ്യമെന്ന് അവർ തുറന്നു പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോയത് ഇത്തരത്തിൽ നിലപാടുകൾ എടുത്തത് കൊണ്ട് മാത്രമാണ്. അത് ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ, മറ്റാർക്കും സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുത്തത്. പക്ഷെ കേരളത്തിലേക്ക് നോക്കൂ, അങ്ങനെ ഒരു നിലപാടെടുത്ത് അത് ജനങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അത് തിരുത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നിലനിന്ന് പോകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പോളണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു സമീപനമായിരുന്നു പോളണ്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമയം കഴിയുമ്പോൾ അവരുടെ രീതി അതായി മാറുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിനുമായി സമാനമായ ഒരു രീതിയിൽ നമ്മളും കേരളത്തിലും കണ്ടിരുന്നു. കേരളത്തിൽ പക്ഷേ മനസ്സിലായി, ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പൊതുജനം പ്രതികരിക്കും, തീർച്ചയായിട്ടും പ്രതികരിക്കും. കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് നേപ്പാളിൽ കണ്ടതുപോലെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ജെൻസി കുട്ടികളെല്ലാവരും തന്നെയും പ്രതികരിച്ചുകൊണ്ട് ഈ പറയുന്ന മന്ത്രിമാർക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അപ്പോ സ്വാഭാവികമായും ആ ഒരു ഭയം തന്നെ ആയിരിക്കണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുഴുവനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കടക്ക് പുറത്ത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആളുകളോട് അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുണ്ടായിരുന്നത്. പക്ഷേ അവിടെയെല്ലാം പിന്നീട് സംഭവിച്ചത് അവിടുത്തെ ജനങ്ങൾ
കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അല്ല, ഇന്നത്തെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പൊതുവേദികളിൽ പോകുമ്പോൾ നമ്മളിൽ പലരും ഇപ്പം നമ്മൾ മാത്രമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ അവരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളൊരു ആ ഒരു നോട്ടം കൊണ്ട് പോലും അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം പൊതുജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ അതിനെ വെറുത്ത് തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനും കെബിൻ ചേട്ടനും കൂടെ റാന്നിയെ പറ്റി ഒരു ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് അവിടെയുള്ള ഒരു LDF കാൻഡിഡേറ്റിന് അവര് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ LDF-ന്റേതായിട്ടുള്ള വോട്ടുകൾ പോലും ലഭിച്ചാൽ 16,000-ന് മുകളിൽ വോട്ട് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലത്ത് LDF പോലും കാല് വാരിക്കൊണ്ട് വെറും 9,000 വോട്ടിനാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് UDF കാൻഡിഡേറ്റ് അവിടെയുള്ള മുഴുവൻ വോട്ടിന്റെയും 65% UDF കാൻഡിഡേറ്റിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ LDF-ന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ UDF-ന് വോട്ട് കുത്തുന്നത്, LDF-ന് അകത്ത് നിന്നുകൊണ്ട് തന്നെ UDF-ന് വേണ്ടി പ്രചാരണം നടത്തിയ ചില ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF-നോടുള്ള ഇഷ്ടം കൊണ്ട് ആളുകൾ UDF-ന് വോട്ട് ചെയ്തതാണ്, ഒരിക്കലും അല്ല. LDF-നോടുള്ള എതിർപ്പ് കൊണ്ട് UDF-ന് വോട്ട് ചെയ്തതാണ്. അതായത് ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പൊതുജനങ്ങളും അതുപോലെ തന്നെ ഇടതിന്റെ അനുയായികളായിക്കൊണ്ട് നിന്നിരുന്ന ചില നല്ല രാഷ്ട്രീയക്കാരും ഒരു മാറ്റം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന UDF-നോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് മാറ്റം വേണം, പക്ഷെ BJP കുത്താൻ ഭയമാണ്. ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ പറയുന്നത് പോലെ LDF-ന് വോട്ട് ചെയ്യാതെ UDF-ന് മാത്രം വോട്ട് ചെയ്ത് UDF പലയിടങ്ങളിലും വിജയിച്ചു കയറുന്നത് നമ്മൾ കണ്ടത്. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീക്കങ്ങൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടികൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല ഇതുവരെ. ആ ഒരു ആത്മവിശ്വാസം പോലും തല്ലി തകർക്കുന്ന രീതിയിലേക്ക് മിക്കവാറും കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ബജറ്റിൽ ഇനി എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള ചെറിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ ഒരു അവസാന ഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നത് ആദ്യമേ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഈ തദ്ദേശത്തിൽ ഇത്രയും വലിയ തിരിച്ചടി ലഭിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1-2 ആഴ്ച മുൻപ് 2,000 രൂപയാക്കുന്നു. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പൈസ കൂട്ടുന്നു. അവർ അന്ന് വാഗ്ദാനം നൽകിയതുപോലെ വർഷാവർഷം 100 രൂപ വെച്ച് കൂട്ടിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്നുള്ളതല്ലേ ഇത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നതും. ഇപ്പോ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിക്കുമോ എന്നുള്ള ഭയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ തോന്നി തുടങ്ങി, എത്രയൊക്കെ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും എന്നുള്ളതല്ലേ. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കേരളത്തിൽ ഒരു വ്യത്യസ്തമായിട്ടാണ്. അതായത് ഇന്ത്യയിലെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള രീതിയിലല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെടുത്ത് നോക്കൂ. ഓരോ വിഷയങ്ങളും നിലപാടുകൾ എടുക്കുന്നു, അത് തിരിച്ച് യൂട്ടേൺ എടുക്കുന്നു. ആ യൂട്ടേൺ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ കടക്ക് പുറത്ത് പറയും. അതെ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ നീ തിരുത്തി വന്നല്ലോ എന്നുള്ള ഒരു രീതിക്ക് ചിലപ്പോൾ പരിഗണിക്കും എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് പിണറായി വിജയൻ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അവരെടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഇതിനു മുമ്പ് നിങ്ങൾ നടത്തിയ സമരങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അത് പഴയ സമരങ്ങളല്ലേ എന്ന്. ആ സമരങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പുതിയ സമരങ്ങളാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ചിരി വരുന്നത്. ഇപ്പം കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ട്രാക്ടർ ഇറങ്ങുന്നതിന് മുമ്പിട്ട്, കാരണം നമുക്കൊക്കെ മുന്നേ നടത്തിയിട്ടുള്ള കാര്യങ്ങളല്ല. അത് വാസ്തവമായിരിക്കാനാണ്, വിശ്വസിക്കാനാണ് നമുക്ക് തോന്നുന്നത്. കാരണം പല വികസന പദ്ധതികൾ കൊണ്ട് മെട്രോ വന്ന സമയത്താണെങ്കിലും നമ്മൾ കണ്ടിരുന്നത് ഇത്തരത്തിൽ പല വികസന പദ്ധതികൾ വരുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തുകയും പിന്നീട് അവർ ഭരണപക്ഷത്ത് കയറുമ്പോൾ അതിന്റെ ഒരു നേട്ടം തങ്ങളുടെ സർക്കാരിന്റേതായ നേട്ടമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടറും ട്രാക്ടറൊക്കെ വന്നപ്പോൾ അവർ സമരം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ പഴയ സമരങ്ങൾ. ഇനി വരാൻ പോകുന്നത് പുതിയ സമരങ്ങളാണ്.